ഞാനത് പറഞ്ഞപ്പം അവൻ മൂളി. അതുകൊണ്ട് ഞാൻ അവനോട് പിണങ്ങി. നമ്മുടെ മൂളലിനെ പോലും ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഹലോ. പക്ഷെ നമ്മുടെ മുക്കും നമ്മുടെ മൂളലും നമ്മുടെ ചിരിയും നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും നമ്മുടെ സാമ്പത്തികവും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും എല്ലാം നന്നായിട്ട് അറിയുന്ന ഒരുത്തനുണ്ട്. അവനെല്ലാം നന്നായി അറിയാം. 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 അവൻ എന്നെ നന്നായിട്ട് അറിയാം. അവൻ എൻ്റെ കുടുംബത്തെ നന്നായിട്ട് അറിയാം. അവൻ എൻ്റെ ചേർച്ചിനെ നന്നായിട്ട് അറിയാം. അവൻ എൻ്റെ മിനിസ്ട്രിയെ നന്നായിട്ട് അറിയാം. എൻ്റെ ശരീരത്തിലെ ബലഹീനതകളെ അവന് നന്നായിട്ട് അറിയാം. എൻ്റെ മനസ്സിൻ്റെ ചിന്തകളെ അവന് നന്നായിട്ട് അറിയാം. ഞാൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളെ അവന് നന്നായിട്ടറിയാം. ശുശ്രൂഷയിൽ ഞാൻ അനുഭവിച്ച വേദനകളെ അവന് നന്നായിട്ടറിയാം. ആളുകൾ എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ നിരപരാധിത്വം അവന് നന്നായിട്ടറിയാം. എന്നെ നന്നായി അറിയുന്നവൻ യേശു. യേശു യേശു. എനിക്ക് എൻ്റെ പാസ്റ്റ് അറിയാം. എനിക്ക് എൻ്റെ പ്രസന്റ് അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ ഫ്യൂച്ചർ അറിയത്തില്ല. ബട്ട് ഹി നോസ്. അതും അവന് നന്നായിട്ട് അറിയാം. അതും അവന് നന്നായിട്ട് അറിയാം. എനിക്ക് എൻ്റെ ഭൂതകാലം അറിയാം. എനിക്ക് എൻ്റെ വർത്തമാനകാലം അറിയാം. ഇപ്പോൾ അനുഭവിക്കുന്ന ശൂന്യതയും ഇപ്പോൾ അനുഭവിക്കുന്ന ഒന്നുമില്ലായ്മയും ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും മാസങ്ങളും വർഷങ്ങളും മുമ്പേ നിറവേറപ്പെടേണ്ട വാഗ്ദത്തം പോലും ബ്രദറെ നിറവേറിട്ടില്ല. ഹി നോസ് ഇറ്റ്. അവന് നന്നായി അറിയാം. അവന് നന്നായി അറിയാം. അവന് വർത്തമാനകാലവും ഭൂതകാലവും മാത്രമല്ല അവന് നന്നായിട്ട് അറിയാവുന്ന നിന്റെ ഭാവിയും അവന് നന്നായിട്ട് അറിയാം. ഹി നോസ് യുവർ ഫ്യൂച്ചർ വെരി വെൽ. നന്നായി അറിയാം. ബാക്കിയുള്ളവർക്കെല്ലാം നിന്നെ അറിയാം. പക്ഷെ യേശുവിന് നിന്നെ നന്നായി അറിയാം. അടുത്തിരിക്കുന്ന ആൾക്കാരെടുത്ത് പറ, ബാക്കിയുള്ളവർക്കെല്ലാം നിന്നെ അറിയാം. പക്ഷെ യേശുവിന് നിന്നെ നന്നായി അറിയാം. എന്നെ നന്നായി അറിയുന്നവൻ യേശു. എന്നെ നന്നായി അറിയുന്നവൻ യേശു. അവന് മാത്രമേ നിന്നെ നന്നായി അറിയൂ. അവന് മാത്രമേ. എന്നെ RCC റിജക്ട് ചെയ്ത് ഞാൻ വീട്ടിൽ വന്നു. മരണവേദന ഞാൻ അനുഭവിച്ചു. കഠിന വേദനയുടെ ഒരു രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും പോലും കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ എൻ്റെ ബെഡിൽ കിടക്കുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും വിളിച്ചാൽ അവരെഴുന്നേറ്റ് വരും. എൻ്റെ സഹോദരങ്ങളെ വിളിച്ചാൽ അവരെഴുന്നേറ്റ് വരും. ഞാനൊന്ന് ഉറക്കെ കരഞ്ഞാൽ മതി, അവരെഴുന്നേറ്റ് വരും. പക്ഷെ എൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പോലും പുറത്തേക്ക് വരാൻ സാധിക്കാതെ ഒരു ജീവശവത്തെ പോലെ രാമങ്കരി ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ പാഷനേജിൽ എൻ്റെ ബെഡിൽ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ നടുവീർപ്പിനെ എൻ്റെ അപ്പനേക്കാൾ, എൻ്റെ അമ്മയേക്കാൾ, എൻ്റെ സഹോദരങ്ങളെക്കാൾ എന്നെ നന്നായിട്ട് അറിയാവുന്ന യേശു, എന്നെ നന്നായിട്ട് അറിയാവുന്ന യേശു അവൻ്റെ റൂമിൽ വന്നു. അവൻ എൻ്റെ ബെഡിലിരുന്നു. അവൻ എൻ്റെ ശരീരത്തെ തലോടാൻ തുടങ്ങി. നിന്നെ നന്നായിട്ട് അറിയാവുന്ന യേശു നിന്റെ റൂമിൽ ഇറങ്ങി വരും. നിന്റെ ബെഡിലിരിക്കും. അവൻ നിന്നെ തലോടുന്ന കർത്താവാണ്. പുറകെ നടന്ന് ഫിസിലടിക്കുന്ന ഫുട്ബോൾ കോർട്ടിലെ റഫറി അല്ല എൻ്റെ യേശു. തൊടുന്നതിനും പിടിക്കുന്നതിനും ന്യായം വിധിച്ച് നിന്നെ കട്ടിലേക്ക് കടത്തുന്ന കട്ടിയുള്ളൊരു ന്യായാധിപതി അല്ല എൻ്റെ യേശു. നിന്നെ നന്നായിട്ട് അറിയാവുന്നൊരു സ്നേഹിതനാണ് യേശു. എന്നെ നന്നായി അറിയുന്നവൻ യേശു.
ഏറ്റവും കൂടിയ ഷർട്ടും ഏറ്റവും കൂടിയ പാൻറ്റും ശൂന്യമായ പോക്കറ്റും ശൂന്യമായ പേഴ്സും നിന്നെ അവൻ നന്നായിട്ട് അറിയുന്നു. വീട്ടിലൊന്നും ഇല്ലാത്തപ്പോഴും തലയിൽ എണ്ണ തേച്ച് മുഖം മിനുക്കി നല്ല സുന്ദരനായിട്ട് നീ നടക്കുമ്പോഴും നിന്റെ ഇല്ലായ്മ ആരോടും നീ പറയാത്തപ്പോഴും നിന്നെ നന്നായിട്ട് ഒരുത്തൻ അറിയുന്നുണ്ട്. എല്ലാം ഉണ്ടെന്ന് വിചാരിച്ച് പലപ്പോഴും പാസ്റ്റേഴ്സ് പോലും നിന്നെ കുത്തി പ്രസംഗിച്ചിട്ടുണ്ട്, ദശാംശം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ്. പക്ഷെ നിന്റെ കയ്യിലെ ശൂന്യത നിന്നെ നന്നായി അറിയുന്ന യേശു. എന്നെ നന്നായി അറിയുന്നവൻ എന്നെ നന്നായി അറിയുന്നവൻ മരണം ആസ്വദിക്കാൻ റെഡിയായിട്ടിരിക്കുമ്പോഴും ജീവിക്കാൻ ഒരു കൊതി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്ന 500-ലധികം ദൈവദാസന്മാരും നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് എന്നെ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ കൊതിയെ എൻ്റെ ദൈവം നന്നായി അറിഞ്ഞു. നിന്റെ ഉള്ളിലെ കൊതിയെ പലപ്പോഴും നിന്റെ വേദനയിൽ നിരാശയുടെ വാക്കുകൾ നീ പറയുമ്പോഴും നിന്റെ ഉള്ളിലെ കൊതിയെ നന്നായി അറിയുന്ന ഒരു യേശു. മരിച്ചാ മരിക്കട്ടെ, ജീവിച്ചാ ജീവിക്കട്ടെ എന്ന് ഞാൻ വന്നവരോടെല്ലാം പറഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിലെ കൊതിയെ നന്നായി അറിഞ്ഞ ഒരു യേശു. അതാ ഞാൻ പറഞ്ഞ എന്നെ നന്നായി അറിയുന്നവൻ. ഈ കോൺഫറൻസിന്റെ ഒടുവിലത്തെ ദിവസം ജെറി ബ്രദറെ, നിങ്ങളെ നന്നായി അറിയുന്ന യേശു, നന്നായി അറിയുന്ന എന്നെ നന്നായി അറിയുന്നവൻ യേശു, എന്റെ ഭാരം ചുമക്കുന്നവൻ എന്നെ നന്നായി അറിയുന്നവൻ നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഗാനത്തിന്റെ വരികൾ പാടി കർത്താവിനെ സ്തുതിക്കാം. എന്റെ ഭാരം ചുമക്കുന്നവൻ പഠിക്കാം. എന്നെ നന്നായി അറിയുന്നവൻ, ഓഹോ എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. കരങ്ങൾ ഉയർത്തി യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ, യേശു യേശു എന്റെ
കാലത്ത് സുഖമുള്ള കാലം കണ്ണുനീർ യേശു മാത്രം മതി. സുഖമുള്ള കണ്ണുനീർ യേശു മാത്രം. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാനീകനായി തീർന്നിടട്ടെ, അപ്പാ യേശു മാറുകില്ല. പറഞ്ഞേ, എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാനീകനായി തീർന്നിടട്ടെ. യേശു മാറില്ല, യേശു മാറുകില്ല. സുഖമുള്ള കാലത്തും സുഖമുള്ള കാലം കണ്ണുനീർ യേശു മാത്രം മതി. സുഖമുള്ള കാലം യേശു മാത്രം. യേശു എന്റെ സ്നേഹിതൻ. ആഹാ, യേശു എന്റെ പ്രാണപ്രിയനെ, എന്റെ പ്രാണപ്രിയനെ. യേശു എന്റെ my friend forevermore. യേശു എന്റെ പ്രാണപ്രിയ. സുഖമുള്ള കണ്ണുനീർ എന്റെ യേശു മാത്രം മതി. സുഖമുള്ള കാലം കണ്ണുനീർ യേശു മാത്രം മതി. ഇസ്രായേൽ ജനത്തെ ദൈവം ഇസ്രായേലിൽ നിന്ന് വിടുവിച്ച് ദൈവം അവരെ നയിച്ചത് മരുഭൂമിയിലേക്കാണ്. ആമേൻ. മരുഭൂമിയിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ ഒഴിച്ച് ബാക്കി ഒത്തിരി പേരും മരുഭൂമിയിൽ വെച്ച് പട്ടുപോയപ്പോഴും ഇന്നും രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലോട്ട് വരുന്ന ഒരു വിശ്വാസിയെ ദൈവം മരുഭൂമിയിൽ കയറ്റി ഇറക്കാൻ മടി കാണിക്കുന്നില്ല. ഹലോ. പക്ഷേ അവർ പട്ടുപോയ അതേ മരുഭൂമിയിൽ നിന്നും യോഹന്നാൻ ഇറങ്ങി വന്നു. യേശുവിനെ ചൂണ്ടിക്കാണിച്ചു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശു പൗലോസിനെ പിടിച്ചു. തന്നെ നയിച്ചതും അറേബ്യൻ മരുഭൂമിയിലേക്കാണ്. 4 വർഷത്തിന് ശേഷം വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിറഞ്ഞ ഒരു പൗലോസ് മടങ്ങി വന്നു. നിന്റെ മരുഭൂമി നിന്നെ തളർത്താനല്ല, നിന്റെ ദേഹം ക്ഷയിക്കട്ടെ, ഏകനായി തീരട്ടെ, മരുഭൂമിയുടെ അവസ്ഥ നിന്റെ ജീവിതത്തിൽ വരട്ടെ. പക്ഷെ യേശു നിന്നെ വിട്ട് മാറത്തില്ല. യേശു പോലും എന്റെ കൂടെ ഇല്ലേ നീ ഓർക്കുന്ന സമയങ്ങളിൽ അപ്പോഴും കർത്താവ് പറയുന്ന ഒരു വാചകമുണ്ട്, യെസ് ഐ ലവ് ഹിം, ഞാൻ അവനെ സ്നേഹിക്കുന്നു. ആയിരങ്ങൾ ലക്ഷങ്ങൾ പട്ടുപോയ മരുഭൂമിയിൽ പിന്നെയും ദൈവം നിന്നെ കയറ്റിയിടുന്നത് എന്തിനാണെന്നറിയാവോ? ആമേൻ. നിന്നെ അവിടെ തീർക്കാനല്ല, ഒരു മരുഭൂമിക്കും നശിപ്പിക്കാൻ കഴിയാത്ത വിധം, ഒരു തീക്കും ദഹിപ്പിക്കാൻ കഴിയാത്ത വിധം, ഒരാഴിക്കും നിന്നെ മുക്കാൻ കഴിയാത്ത വിധം നിന്നെ ഒരു സംഭവമാക്കി പുറത്തെടുക്കാൻ വേണ്ടിയ എന്റെ ദൈവത്തിന്റെ പദ്ധതി. തീ കുരുത്തത് വെയിലത്ത് വാടത്തില്ല. ഒരു മരുഭൂമിയിലൂടെ 1 വർഷത്തെ പ്രയാണം എനിക്കുണ്ടായിരുന്നു. ആ മരുഭൂമിയുടെ പേരാണ് ക്യാൻസർ. പക്ഷെ അതിനെന്നെ കൊല്ലാൻ പറ്റിയില്ല, അതിനെന്നെ കരയിപ്പിക്കാൻ പറ്റി.
അതിനെന്നെ കുറെ വേദനിപ്പിക്കാൻ പറ്റി, പക്ഷെ അതിനെന്നെ കൊല്ലാൻ പറ്റിയില്ല. അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ അടുത്ത മരുഭൂമി, 4 വർഷത്തിന് ശേഷം ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി, 4 മാസം ദിവസങ്ങൾ ഞാൻ കൗണ്ട് ഡൗൺ ചെയ്ത് ഞാൻ കട്ടിലെ കിടന്നു. പക്ഷെ അതിന് എന്നെ തകർക്കാൻ പറ്റിയില്ല. പഴയ മരുഭൂമിയുടെ അനുഭവം എനിക്കറിയാം, അവിടുന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റതും എനിക്കറിയാം. അതുകൊണ്ട് ഈ മരുഭൂമിയിൽ വന്നപ്പോൾ എന്റെ പാട്ട് നിന്നില്ല, എന്റെ അന്യഭാഷ നിന്നില്ല, ഞാൻ അവനെ നോക്കുന്നത് നിന്നുപോയില്ല. ആ മരുഭൂമിയും ഈ മരുഭൂമിയും എന്റെ പ്രമോഷനായി മാറി. നീ അനുഭവിക്കുന്ന മരുഭൂമിക്ക് ശോധന എന്നൊരു പേര് കൊടുത്താൽ, ടെസ്റ്റ് എന്നൊരു പേര് കൊടുത്താൽ, ടെസ്റ്റിന് പോംവഴി മാത്രമല്ല പ്രമോഷനും കർത്താവ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ഇപ്പോൾ അനുഭവിക്കുന്ന പരീക്ഷയ്ക്ക് പോംവഴി മാത്രമല്ല, പൗലോസ് പറഞ്ഞു പരീക്ഷയോടുകൂടി പോംവഴിയുണ്ട്. പോംവഴി മാത്രമല്ല, ഒരു പ്രമോഷനും കർത്താവ് വെച്ചിട്ടുണ്ട്. ഒരു പ്രമോഷനും കർത്താവ് വെച്ചിട്ടുണ്ട്. ഒരു പ്രമോഷനും കർത്താവ് വെച്ചിട്ടുണ്ട്. അടുത്ത 2ാമത്തെ മരുഭൂമിയിൽ ഞാൻ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ 6ാമത്തെ വയസ്സ് മുതൽ ഞാൻ കേട്ടു തുടങ്ങിയ വാഗ്ദത്ത വചനങ്ങൾ ഓരോന്നോരോന്നായി എന്റെ ജീവിതത്തിൽ നിറവേറാൻ തുടങ്ങി. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക്, എന്റെ വീട്ടിൽ പോയി എന്റെ അപ്പനെയും അമ്മയും കാണാൻ പോലും സമയമില്ലാത്ത നിലവാരത്തിൽ എന്റെ ദൈവം എന്നെ ഓടിക്കാൻ തുടങ്ങി. ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്തതുപോലെ, എനിക്ക് തന്നെ എന്നെ പിടിച്ചു നിർത്താൻ കഴിയാത്തതുപോലെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. ഒരു പരീക്ഷ ഇന്ന് നീ അനുഭവിക്കുന്നെങ്കിൽ പോംവഴി മാത്രമല്ല, ഒരു പ്രമോഷനും എന്റെ ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. നിന്റെ വാഗ്ദത്തങ്ങൾ 1 by 1 ആയി ഓരോന്നോരോന്നായി നിന്റെ ജീവിതത്തിൽ നിറവേറാൻ പോവുകയാണ്. എന്റെ ദേഹം ക്ഷയിച്ചാലും, ഞാൻ ഏകനായി മാറിയാലും, എനിക്കൊരു ഉറപ്പുണ്ട്, ഈ മരുഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ കൂടെ യേശുവുണ്ട്. 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 എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ കൂടെ യേശുവുണ്ട്. എൻ്റെ കൂടെ യേശുവുണ്ട്. എൻ്റെ കൂടെ യേശുവുണ്ട്. എൻ്റെ ശരീരം തളരുമ്പോൾ എൻ്റെ കൂടെ യേശുവുണ്ട്. എൻ്റെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ എൻ്റെ കൂടെ യേശുവുണ്ട്. എന്നെ നന്നായി അറിയുന്ന യേശു, എൻ്റെ ഭാരം ചുമക്കുന്ന യേശു. എൻ്റെ ദേഹം യേശു കൈവിടില്ല, ഞാനേകന തീർന്നിടട്ടെ. മറുവോട് ചാരിക്കിടന്ന യോഹന്നാൻ പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടു. പത്മോസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഏകാന്തതയാണ്. അവിടെ വേറെ ആരുമില്ല. He was alone in Patmos. പത്മോസിന്റെ തീരത്ത് കടന്ന് കടലിൽ നോക്കി തിരയണ്ണി ഒറ്റയ്ക്കായി പോയില്ലെന്ന് വിചാരിച്ച് യോഹന്നാൻ കിടക്കുമ്പോൾ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തിരിഞ്ഞു നോക്കിയപ്പോൾ തേജസ് വാരി ചുറ്റിയെടുത്ത യേശു 7 നിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ആദ്യനും അന്ത്യനുമായ നിൽക്കുകയാണ്. നിന്റെ ഒറ്റപ്പെടലിന്റെ പത്മോസിൽ എൻ്റെ യേശു ഇറങ്ങി വരും. നിന്റെ ഒറ്റപ്പെടലിന്റെ പത്മോസിൽ, നിന്റെ ഒറ്റപ്പെടലിന്റെ നോർത്ത് ഇന്ത്യയിൽ, നിന്റെ ഒറ്റപ്പെടലിന്റെ കേരളത്തിൽ എൻ്റെ യേശു ഇറങ്ങി വരും. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല, ഞാനീകന
നായകനായി തീർന്നിടട്ടെ. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ. യേശു കൈവിടില്ല. ഞാനീകനായി തീർന്നിടട്ടെ. യേശു മാറുകില്ല. സുഖമുള്ള കാലത്തും സുഖമുള്ള കാലം കണ്ണുനീർ നേരം യേശു മാത്രം മതി. സുഖമുള്ള കാലം കണ്ണുനീർ. ഒരു കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് മറുകൈ ഉയർത്തി പറഞ്ഞേ, ഓ യേശു എന്റെ സ്നേഹിതൻ. ഓ യേശു എന്റെ പ്രാണപ്രിയൻ. യേശു യേശു എന്റെ സുഖമുള്ള കാലത്തും സുഖമുള്ള കാലം കണ്ണുനീർ നേരം യേശു മാത്രം മതി. സുഖമുള്ള കാലം കണ്ണുനീർ നേരത്തും യേശു മാത്രം. പണം എന്റെ ഭാരം, എന്റെ ഭാരം ചുമക്കുന്നവൻ. ഉറക്കെ വിളിച്ച് യേശു. എന്നെ നന്നാ അറിയുന്നവൻ യേശു. എന്റെ ഭാരം ചുമക്കുന്നവൻ. ഓ എന്നെ നന്നായി അറിയുന്നവൻ യേശു. സുഖമുള്ള കാലത്തും സുഖമുള്ള കാലം കണ്ണുനീർ യേശു മാത്രം. സുഖമുള്ള കാലം കണ്ണുനീർ നേരം യേശു മാത്രം മതി. ഓ ഒന്നു മാത്രം ഞാൻ അറിയുന്നു, ആരെ ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നുപനിധി അന്ത്യം വരെ സൂക്ഷിപ്പാശക്തനും. ഒന്നു മാത്രം ഞാൻ അറിയുന്നു, ആരെ ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നുപനിധി അന്ത്യം വരെ സൂക്ഷിപ്പാശക്തനും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ നന്നായിട്ട് ചിരിച്ചേ, ചിരിച്ചേ. ഹലോ, ഞാൻ വിശ്വസിക്കുന്നതിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ കാക്കാൻ. ഏത് ദിവസം വരെ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ